ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന പരിശുദ്ധ കാതലിക്ക ബാബ തിരുമേനി അവர்கள், ഈ മഹാസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാന്യനായ ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള സാർ, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി വീണ ജോർജ്, ബഹുമാന്യനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ബഹുമാന്യനായ ശ്രീ ചാണ്ടി ഉമ്മൻ MLA, ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമലയിൽ, ബഹുമാനപ്പെട്ട റോണി വർഗീസ് അബ്രഹാം, ബഹുമാന്യനായ അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, അഭിവന്ദ്യരായ തിരുമേനിമാരെ, വൈദിക ശ്രേഷ്ഠരെ, സദസ്സിലെ ബഹുമാന്യരായ അതിഥികളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, അക്ഷരനഗരിയിൽ ഇന്നത്തെ സായാഹ്നം ഈ വിപുലമായ ജനസാന്നിധ്യം കൊണ്ട് പ്രൗഢഗംഭീരമായ ഒരു സമ്മേളനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ സമ്മേളനം വിളിച്ചൂതുന്നത് മാർത്തോമിയൻ ചരിത്രവും അതിൻ്റെ പൈതൃകവും വർത്തമാന കാലഘട്ടത്തിൽ പുതിയ തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ആശയം മുന്നിൽ വെച്ചുകൊണ്ടാണ്. പരിശുദ്ധ മാർത്തോമൻ തോമസ് ലീഹ ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഈ മഹാസഭയെ സംബന്ധിച്ചോളം ആത്മീയ ചൈതന്യത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് വിശ്വാസി സമൂഹത്തെ ആനയിച്ച് മുന്നോട്ട് പോയതെന്നപോലെ തന്നെ ഭൗതിക ജീവിതത്തിൻ്റെ നാനാമേഖലകളിൽ വിശ്വാസി സമൂഹത്തെയും അല്ലാത്തവരെയും കൈപിടിച്ചുയർത്താൻ സഭയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ കൂടിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്നത് ഏറെ അഭിനന്ദനാർഹമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യാനന്തര ഭാരതം രൂപം കൊടുത്ത റിപ്പബ്ലിക്കൻ ഭരണഘടന നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതനിരപേക്ഷയും സ്ഥിതി സമത്വവും എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ആ പരിപാവനമായ ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഭാവിയിലും നമുക്ക് തുടരാം. എത്രയോ മനുഷ്യത്വപരമായ മനുഷ്യസ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ സഹായഹസ്തവുമായി ഓടിയെത്തുന്ന വിശ്വമാനവിയുടെ സന്ദേശം ഉയർത്തുന്ന നിരവധി പ്രവർത്തനങ്ങൾ സഭ ഏറ്റെടുത്ത് നടത്തുന്നതിൽ പലപ്പോഴും ഭാഗവാക്കാനും അതിൽ പലരെയും ബന്ധിപ്പിക്കാനുമൊക്കെ സാക്ഷികളായിട്ടുള്ള പൊതുപ്രവർത്തകർ എന്ന രൂപത്തിൽ ഇന്നും ഇതിൻ്റെ കഴിഞ്ഞകാല ചരിത്രവും പൈതൃകവും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സഭയുടെ ജൈത്രയാത്ര അനുസ്യൂതം തുടരുന്നത്. അത് ഭാവിയിലും ആ ജൈത്രയാത്ര തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.